ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിവരണം സിനിമാ പ്രദർശനം പോലെ ശബ്ദചിത്ര അകമ്പടിയോടെ ഒരു സദസ്സിനു മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് MS PowerPoint അഥവാ മൈക്രോസോഫ്റ്റ് PowerPoint. ഇതിന്റെ ഉപയോഗം ഇന്ന് വളരെയധികം വ്യാപകമായിരിക്കുകയാണ്. ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ ക്ലാസ് റൂമുകളിൽ സാധാരണ ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് ബോർഡുകൾക്ക് പകരമായി ആ സ്ഥാനത്തേക്ക് LCD പ്രൊജക്ടറുകൾ വന്നിരിക്കുന്നു. പ്രൊജക്ടറിന്റെ സ്ക്രീനിലേക്ക് വിവരങ്ങൾ ഷോ ചെയ്യുന്നതിന് സഹായകമാകുന്ന സോഫ്റ്റ്വെയർ ആണ് MS PowerPoint. PowerPoint ഉപയോഗിച്ച് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവതരണം നമുക്ക് വളരെ ലളിതമായും ആകർഷകമായും പ്രദർശിപ്പിക്കാവുന്നതാണ്. ഇനി PowerPoint സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് വഴി മൈക്രോസോഫ്റ്റ് PowerPoint എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് MS PowerPoint എന്ന സോഫ്റ്റ്വെയർ ആണ്. PowerPoint ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡയലോഗ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡയലോഗ് ബോക്സിലെ മൂന്നാമത്തെ ഓപ്ഷനായ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ന്യൂ സ്ലൈഡ് എന്ന ജാലകത്തിൽ നിന്ന് സ്ലൈഡുകളുടെ മാതൃക കാണാവുന്നതാണ്. മാതൃകകളിൽ നിന്ന് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ മാതൃക സെലക്ട് ചെയ്ത് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ ഒരു ജാലകം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള വർക്ക് ഏരിയ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ വിൻഡോയെക്കുറിച്ച് അറിയണം. എന്നാലേ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി വിൻഡോയുടെ ഉപയോഗത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നാം കാണുന്ന വിൻഡോയുടെ ഏറ്റവും മുകളിലായി ബ്ലൂ കളറിൽ കാണുന്ന ബാർ ആണ് ടൈറ്റിൽ ബാർ. ഇതിൽ MS PowerPoint എന്നെഴുതിയിരിക്കുന്നതായി കാണാം. ടൈറ്റിൽ ബാറിന്റെ ഈ ഭാഗത്തായി മിനിമൈസ്, റീസ്റ്റോർ ആൻഡ് ക്ലോസ് ബട്ടണുകൾ കാണാൻ സാധിക്കുന്നതാണ്. ടൈറ്റിൽ ബാറിന് താഴെ കാണുന്ന ബാർ മെനു ബാർ ആണ്. മെനു ബാറിൽ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട് തുടങ്ങിയ മെനുകൾ കാണാൻ സാധിക്കും. മെനു ബാറിന് തൊട്ടു താഴെ നാം കാണുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് വിളിക്കുന്നത്. മെനു ബാറിനെ അപേക്ഷിച്ച് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിന് ഒരു പ്രത്യേകതയുണ്ട്. മെനു ബാർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ വേഗത്തിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിന് തൊട്ടു താഴെയായി കാണുന്ന ബാറിനെയാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡിനെയും മറ്റും ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന വൈറ്റ് സ്പേസിലാണ് നാം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നാം പ്രിപ്പയർ ചെയ്യുന്ന സ്ലൈഡിലേക്ക് ഒബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെയധികം ടൂൾസുകളോട് കൂടിയ ബാറാണ് ഡ്രോയിംഗ് ടൂൾ ബാർ. ഡ്രോയിംഗ് ടൂൾ ബാറിന് തൊട്ടു താഴെയായി കാണുന്ന ബാറിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇവയെല്ലാമാണ് PowerPoint വിൻഡോയിലെ പ്രധാനപ്പെട്ട ബാറുകളും ടൂൾ ബാറുകളും. ഇവ ഉപയോഗിച്ചാണ് നാം സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിന് ആനിമേഷൻ നൽകുന്നതും മറ്റും. ഇപ്പോൾ നാം പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് PowerPoint 2000 ആണ്, ചാപ്റ്റർ 2. ഇനി നമുക്ക് ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം. ഒരു സ്ലൈഡിൽ ഇതേ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം മെയിൻ ടൈറ്റിൽ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ ടൈറ്റിൽ ആഡ് ചെയ്യുക. ഇനി സബ് ടൈറ്റിൽ ആണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ക്ലിക്ക് ആഡ് സബ് ടൈറ്റിൽ എന്ന് കാണുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ലൈഡിൽ ആവശ്യമുള്ള സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യണം. നാം സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ടൈറ്റിലിനും സബ് ടൈറ്റിലിനും എങ്ങനെ ആനിമേഷൻ നൽകാൻ സാധിക്കും എന്ന് നോക്കാം. ഇവിടെ കാണുന്ന ഫിറ്റാക്ട് എന്ന മെയിൻ ടൈറ്റിലിന് ആണ് ആനിമേഷൻ നൽകേണ്ടത് എങ്കിൽ ഫിറ്റാക്ട് എന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ലൈഡ് ഷോ എന്ന മെനുവിൽ നിന്ന് കസ്റ്റം ആനിമേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന എൻട്രി ആനിമേഷൻ ആൻഡ് സൗണ്ട് എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമായ എഫക്റ്റ് സെലക്ട് ചെയ്യുക.